മറ്റു വാർത്തകളിലേക്ക്. ഇസ്രയേൽ ആക്രമണത്തിന് തിരിച്ചടി നൽകി ഇറാൻ. ഇറാൻ വ്യോമാക്രമണം തുടങ്ങി. ഇറാനിൽ ആക്രമണം നടത്തിയതിന് പിന്നാലെയാണ് തിരിച്ചടി. വിവരങ്ങളുമായി ആന്റണി ജിസ്റ്റോർ ചേരുന്നു. ആന്റണി, വിവരങ്ങൾ. തീർച്ചയായും ഇന്ന് രാവിലെയാണ് ഇസ്രായേൽ ഇറാന്റെ ടെഹ്റാൻ അടക്കമുള്ള തലസ്ഥാനമായ ടെഹ്റാൻ അടക്കമുള്ള സ്ഥലങ്ങളിലേക്ക് ഇസ്രായേൽ ബോംബാക്രമണം നടത്തിയത്. ഇറാന്റെ ആണവ നിലയം അടക്കം തകർക്കുകയും ചെയ്തു. നടാൻസിലെ ആണവ നിലയമാണ് തകർത്തത്. അതിന് പുറമെ അവരുടെ പ്രധാനപ്പെട്ട 2 നേതാക്കളെ വധിക്കുകയും ചെയ്തു. റെവല്യൂഷണറി ഗാർഡിന്റെ മേധാവി അടക്കം 2 പേരെ ഇസ്രായേൽ വധിക്കുകയും ചെയ്തു. അതിന് പിന്നാലെ ഇറാൻ പ്രഖ്യാപിച്ചിരുന്നു ഇതിന് ഇസ്രായേൽ കടുത്ത ശിക്ഷ അനുഭവിക്കുമെന്ന്. ഇറാന്റെ പരമോന്നത നേതാവായ ആയത്തുള്ള ഖമേനി പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ ഇറാൻ തിരിച്ചടി തുടങ്ങിയിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ തന്നെ ഇസ്രായേൽ ഇത് മുൻകൂട്ടി കാണുകയും ചെയ്തിരുന്നു. ഏതായാലും ഇപ്പോൾ ഇസ്രായേൽ സൈന്യം പറയുന്നതനുസരിച്ച് ഏതാണ്ട് 100 കണക്കിന് ഡ്രോണുകൾ ഇസ്രായേലിന്റെ പരിധിയിലേക്ക് ഇറാൻ അയച്ചു എന്നുള്ളതാണ്. ഇറാൻ ഡ്രോൺ ആക്രമണം നടത്തി എന്നുള്ളതാണ് പ്രധാനമായും ഇപ്പോൾ ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സ് തന്നെ ഔദ്യോഗികമായി അറിയിക്കുന്നത്. ഏതായാലും അത് തകർക്കാനുള്ള നടപടികൾ അല്ലെങ്കിൽ അതിനെ നേരിടാനുള്ള നടപടികൾ ഇപ്പോൾ തുടരുകയാണ് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. ഏതായാലും ഇപ്പോൾ ശക്തമായ തിരിച്ചടി ഇറാൻ തിരിച്ചു നൽകിയിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ ലഭ്യമല്ല. ഏതായാലും ഇപ്പോൾ ഇസ്രായേൽ തന്നെയാണ് സ്ഥിരീകരിക്കുന്നത് 100 കണക്കിന് ഡ്രോണുകൾ തങ്ങളുടെ പരിധിയിലേക്ക് ഇറാൻ അയച്ചിരിക്കുന്നു. അതിനെ ഇന്റർസെപ്റ്റ് ചെയ്യാനുള്ള പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഇസ്രായേലിന്റെ സൈന്യം വ്യക്തമാക്കുന്നത്. ഇക്കാര്യം അറിയിച്ചത് ഇസ്രായേലിന്റെ ആർമി ചീഫാണ്. ഏതായാലും ശക്തമായ ഒരു തിരിച്ചടി തന്നെ ഇറാന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഇന്ന് രാവിലെയാണ് ഇസ്രായേൽ ഇറാന്റെ ടെഹ്റാൻ അടക്കമുള്ള മേഖലകൾ ആക്രമിച്ചത്. ഈ ആക്രമണത്തിൽ അവരുടെ ഇറാന്റെ റെവല്യൂഷണറി ഗാർഡ് ചീഫ് ഹൊസൈനി സലാമി അടക്കം കൊല്ലപ്പെട്ടിരുന്നു. മാത്രമല്ല അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആണവ നിലയമായ നടാൻസിലെ ആണവ നിലയം ഇസ്രായേൽ ആക്രമിച്ച് തകർക്കുകയും ചെയ്തു. അതിന് കൂടാതെ നിരവധി സ്ത്രീകളും കുട്ടികളും അടക്കം ഇസ്രായേലിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് ഇക്കാര്യത്തിൽ ഇറാൻ നൽകുന്ന വിവരം. അവിടെ സാധാരണക്കാരടക്കം ഇസ്രായേൽ പറയുന്നത് മിലിറ്ററി അതുപോലെ തന്നെ ഈ ആണവ ശാസ്ത്രജ്ഞരടക്കമുള്ളവരെ ലക്ഷ്യമിട്ടാണ് ആക്രമണം നടത്തിയത്. നിലയങ്ങൾ ലക്ഷ്യമിട്ടാണ് ആക്രമണം നടത്തിയെന്നാണ് ഇസ്രായേൽ പറയുന്നത്. പക്ഷേ അവിടെ സാധാരണക്കാരായ സ്ത്രീകളും കുട്ടികളും അടക്കം കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് ഇറാൻ വ്യക്തമാക്കുന്നത്. ഏതായാലും ഇപ്പോൾ തിരിച്ചടി തുടങ്ങിയിരിക്കുന്നു. പശ്ചിമേഷ്യയിൽ വീണ്ടും ഒരു യുദ്ധത്തിന്റെ അല്ലെങ്കിൽ ഒരു അസമാധാനത്തിന്റെ തലത്തിലേക്ക് പോകുന്നു. ഇസ്രായേലിന്റെ ആക്രമണത്തിന് ഇറാൻ മറുപടി തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ്.